ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന നല്ല ഒരു ചട്നീൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ നമുക്ക് ഇഡ്ഡലിക്ക് ദോശക്കെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു വ്യത്യസ്തമായ ചട്നിയാണ്. അതിന് വേണ്ടിയിട്ട് ഉഴുന്ന് വേണം, പച്ചമുളക് വേണം, ചെറിയ ഉള്ളി, കുറച്ച് തേങ്ങ, കുറച്ച് പുളി, മല്ലിയില, കുറച്ച് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്കെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം പാൻ അടുപ്പത്ത് വെക്കുക, എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കുക. പാൽ വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്കതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഉഴുന്നിട്ട് കൊടുക്കണം. അപ്പം അത് വറുത്തെടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് നമുക്ക് ചൂടാക്കി എടുക്കണം. അധികം തീ കൂട്ടി വെക്കറ്, കരിഞ്ഞു പോകും. കുറച്ച് വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കും. ഏകദേശം ആകുമ്പം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം, ചെറിയ ഉള്ളി. എന്നിട്ട് പിന്നെ എല്ലാവരും ഒരുമിച്ചായി വരണം. അങ്ങനെ ഓരോരുത്തരെയായിട്ട് നമുക്ക് ചൂടാക്കി എടുക്കണം. എന്നിട്ട് ലാസ്റ്റ് ഇത് അരച്ചെടുക്കുക. ഇല്ല, തണിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ തേങ്ങ ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത്, ചിരയിട്ടിട്ട് എടുക്കുന്നതിനെക്കാട്ടും നല്ലത്. അതാണ് ഞാനിങ്ങനെ എടുത്തത്. ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയാണ്. വലിയ ഉള്ളിയാണ് ഇടുന്നെങ്കിൽ അങ്ങനെ ഇട്ടുള്ളൂ. ഞാനിപ്പോൾ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം വഴന്ന് വരട്ടെ. പെരിഞ്ഞു പോകാണ്ട് നോക്കണം, അപ്പോൾ പിന്നെ ചട്നീൻ്റെ ടേസ്റ്റ് എല്ലാം മാറും. എല്ലാം ആയിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടാണ് നമ്മൾ അരക്കുക. ഇനി തേങ്ങ ഇട്ട് കൊടുക്കട്ടെ, പച്ചമുളകും, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല കറിവേപ്പില, അപ്പോൾ അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇടുന്നില്ല. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. കറിവേപ്പില ഇല്ലാത്തത് കാരണം ഞാൻ ഇടുന്നില്ല. പച്ചമുളക് കീറിയിട്ടിട്ട് കഴിഞ്ഞാൽ മുളകിൻ്റെ കുരു ഉണ്ടല്ലോ, അത് കരിഞ്ഞ പോലെ ആയിപ്പോവും. അപ്പോൾ അതാണ് പച്ചമുളക് കീറിയിട്ടിട്ടാണ്ട് ഇതേപോലെ ആക്കിയിടുന്നത് കേട്ടോ. എല്ലാവരും ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് അറിയിക്കുക. ഈ ചട്നീൻ്റെ രുചി. മല്ലിയില ലാസ്റ്റ് നമ്മൾ തീ ഓഫാക്കിയിട്ടാകുമ്പം ഈ പാനിൻ്റെ ചൂടുണ്ടാവില്ലേ, ആ സമയത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം എല്ലാം ആവട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ നമ്മളെ പുളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പുളി കുറച്ച് മതി, പുളി ഒരുപാട് വേണ്ട. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇത് ഏകദേശം ഇതായി വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയാലോ. എല്ലാവരും ഏകദേശം നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഓഫാക്കുന്നതാണ്. തീ ഓഫാക്കിയതിൻ്റെ ശേഷം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നമുക്ക് അരക്കാം. ഇങ്ങനെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം തണിഞ്ഞതിന് ശേഷം അരച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വേഗം തണിയട്ടെ. എന്നിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, നമ്മളെ വ്യത്യസ്തമായ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇത്രയാണ് ഞാൻ വെള്ളമാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയാക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്കിതിനൊരു വറുത്തിടാം. അപ്പോൾ ഇതാ പാന് വെച്ചിട്ടുണ്ട്. സെയിം പാൻ തന്നെയാണ് വെച്ച്, വേറെ ഒരു പാത്രമല്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടുമ്പോൾ നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇല്ലാത്ത കാരണം കറിവേപ്പില ഇടുന്നില്ല. ഇല്ലെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ടാൽ സൂപ്പറായിരിക്കും. കറിവേപ്പില ഇല്ല ഗൈസ്. ഇതാ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വറ്റൽ മുളക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ വറുത്തിടുന്നുണ്ട്. നല്ല സൂപ്പർ ചട്നി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിക്കോ ദോശക്കോ എന്തിനാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ നമുക്ക് കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിക്കുന്നു. കണ്ടല്ലോ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, ബൈ.